ഇന്നിപ്പോൾ നമുക്ക് മോര് കറി ഉണ്ടാക്കുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക എടുത്തിട്ടാണ്. വെള്ളരിക്ക, ചേന, ചേമ്പ്, പച്ചക്കായൊക്കെ ചേർത്തിട്ടാണ് മോര് കറി. പിന്നെ കപ്പ നമ്മളൊരു ഉപ്പേരി പോലെ അത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ യൂസുഫ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെ ആദ്യം നമുക്ക് വെള്ളരിക്കേൻ്റെ അത് നോക്കാം. അപ്പം അതിൻ്റെ മുമ്പ് നമ്മൾ എന്താ വെച്ചാൽ ഒരു കാര്യം കൂടി, ഇവിടെ നമ്മളെ പുറത്തെ നമുക്കിവിടെ ഒരു ആ ഒരു മുറ്റത്ത് തന്നെ വെള്ളരി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇതേപോലെ വെള്ളരി വാങ്ങുമ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയത് ഏതെങ്കിലും ഇങ്ങനെ ഇട്ടതിൻ്റെ ആ ഒരു കുരു ഒന്ന് അവിടെ ഇട്ടതുണ്ടായതാണ്. പടുവൻ മുളയ്ക്കാന്നൊക്കെ പറയുമല്ലോ, അതുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം, നമുക്ക് അത് കാണാം. നമ്മളിത് ഇന്നത്തെ വെള്ളരിക്ക കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് പിന്നെ ആവുന്നേ ഉള്ളൂ, വെള്ളരിക്ക കാഴ്ചയുണ്ട്. അപ്പൊ അത് നോക്കാം. ഇതാ ഈ ഒരു വെള്ളരിക്ക അത്യാവശ്യം നല്ല വലുപ്പമായി വരുന്നുണ്ട്. പിന്നെയുള്ളതൊക്കെ ഇങ്ങനെ ചെറുതിങ്ങനെ ആയി വരുന്നുണ്ട്. ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു നനവൊക്കെ കിട്ടും. പിന്നെ ഇതാ നമ്മളിപ്പോൾ തുടങ്ങായി. ഇതാണിപ്പോൾ കപ്പ എടുക്കുന്നത്. പിന്നെ ഇതാ കറിക്കുള്ള ചേനയും വെള്ളരിക്കയും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇനി ഇതാ ഓരോന്ന് നന്നാക്കാം. ഒക്കെ നുറുക്കിയെടുക്കണമല്ലോ. അപ്പോൾ ആദ്യം ഒക്കെ തോലെത്തി കഴുകി ഒക്കെ വൃത്തിയാക്കിയിട്ട് വേണം അതിൽ ഓരോന്ന് ചെയ്യാം. ഇത് നല്ലൊരു പഴുത്ത വെള്ളരിക്ക തന്നെയാണ്, അത്യാവശ്യം നല്ല മൂത്താണ്. അപ്പം നമ്മൾ ആ ഒരു ഇവിടുത്തെ വെള്ളരിക്ക ഒക്കെ വലുതാവട്ടെ, വലുതായിട്ട് വേണം. അതുകൊണ്ട് കറി വയ്ക്കാമല്ലോ. നല്ല യാതൊരു ഇതും ഇല്ലാതെ ഒന്നും ചേർക്കാതെ ഉണ്ടായതല്ലേ. ചേന ഒരു പാകത്തിന് വലിപ്പമുള്ളൊരു കഷ്ണം ഇതൊക്കെ മുഴുവൻ എടുക്കുന്നുണ്ട് ഇന്ന്. പിന്നെ നമുക്ക് ചെറിയ ചേമ്പാണ്. ഒരു പച്ച നേന്ത്രക്കായ, ഇതൊക്കെ കഴുകി ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇതാ ഓരോന്നിനി നമുക്ക് നുറുക്കിയെടുക്കാം. ഒക്കെ ഒരു ഭാഗം വലുപ്പത്തിനാക്കിയിട്ട് അങ്ങനെ നുറുക്കിയെടുക്കാം. നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. വെള്ളരിക്ക നുറുക്കിയത് നേരെ കുക്കറിലിടാം. പിന്നെ ഇപ്പോൾ നമുക്ക് പച്ച നേന്ത്രക്കായ ഒന്ന്, അത് പിന്നെ നമുക്ക് നുറുക്കി എടുക്കാനുള്ള തന്നെയാണ്. 4 കീറാക്കി നുറുക്കി എടുക്കാനുള്ളതാണ്. അതിൽ മോരുകറിക്ക് ഉള്ള ഈ ഒരു 4 കഷ്ണങ്ങൾ അതിനെ മതി. അപ്പോൾ ഇതാ അതും കഴിഞ്ഞു, കഷ്ണങ്ങളൊക്കെ ആയി. നമുക്കിതാ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി അത് ചേർക്കാം. ഉപ്പ് ചേർക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് അത് വേവട്ടെ. നമുക്ക് തേങ്ങ അരക്കാനുള്ളതിലേക്ക് തേങ്ങ ചിരവിയെടുക്കാം.
ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കണം നമുക്ക്. ഇതാ നമ്മൾ മോരാണ് ചേർക്കുന്നത്. അപ്പോൾ അത് അവിടെ അരച്ച് വെച്ചു. ഇതാ 3 വിസിൽ കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് ചെറിയ തീയിൽ അടുപ്പ് കത്തിച്ച ശേഷം നമുക്ക് അരച്ച് വെച്ചത് അതുകൊണ്ട് ചേർക്കാം. വെള്ളമൊക്കെ പാകത്തിന് തന്നെയാണ്. കഷ്ണം കറിവേപ്പില അത് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് വറവിടണം. നമ്മൾ ഈ ചെറിയ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കടുക്, പിന്നെ വറ്റൽമുളക്, അപ്പോൾ നമ്മൾ കറി അതിവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഇത് കപ്പ, ഒരു തരക്കമില്ലാത്തൊരു കിഴങ്ങ് അതാണ് എടുത്തിട്ടുള്ളത്, ആണ് വാങ്ങിയത്. ഇനിയിപ്പോൾ അത് നോക്കാം. കപ്പ ഇനി കപ്പയ്ക്ക് ഒന്ന് മുറിച്ച് ഇത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള നല്ല കിഴങ്ങ് തന്നെയാണിത്. വേവേണ്ടതാണ്. അതിനിപ്പൊക്കെ വേവും. ഇതിനെന്താ വെച്ചാൽ നമ്മൾ ചെറുതാക്കി അങ്ങനെ ഒരു ഇടുന്നതാണല്ലോ, അപ്പം പിന്നെ എളുപ്പം വേവും. തോലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ട്. അതും കഴുകി വൃത്തിയാക്കി ഇനി ഒന്നിങ്ങനെ ചെറുതാക്കി കൊത്തിയിടാം. അതാണ് വേവിച്ചെടുക്കാനുള്ളത്. കപ്പേൻ്റെ ഈ ഒരു ഉപ്പേരി അതെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണിത്. അതുപോലെ കഞ്ഞിക്ക് പറ്റും. ഈ പാത്രത്തിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. നല്ലപോലെ വന്നിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉപ്പേരി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക്, പിന്നെ കറിവേപ്പില, പിന്നെ വറ്റൽമുളക്. ഇനി ഇതിൽ നമ്മൾ ആ വേവിച്ചത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക വേണ്ടത്. ഉപ്പേരി അത് ഇവിടെ റെഡിയായി. ഊട് കഴിക്കായി. ഇതെല്ലാം നമുക്ക് ചോറ് കൊടുക്കാം. ഊണ് കഴിക്കേണ്ട സമയമായി. കറി നമുക്ക് ഈ ഒരു കപ്പ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടമാണ്. ഉപ്പേരി പോലെ ഉണ്ടാക്കിയാൽ പപ്പടം കാച്ചിയതും ഉണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെയാണ്. ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ ഇങ്ങനെയാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണ്. നല്ല വെന്തുണ്ട് കപ്പ. നല്ല എവിടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ഇട്ട് കൊടുത്തന്നെ കാണാം.